അഡ്രോക്സ് എന്ന് പറയുന്ന കമ്പനിയെക്കുറിച്ച് ആളുകൾ പഠിച്ചു വരുന്നു. പുതുതായി വന്ന കമ്പനിയാണ്, ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ്. ഇതിനെക്കുറിച്ച് ഇതിൻ്റെ സൈറ്റിൽ കയറിയാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. യൂട്യൂബിലും മറ്റൊക്കെ നോക്കിയാൽ ഇംഗ്ലീഷിലൊക്കെ ഉള്ള വീഡിയോകൾ മാത്രമാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. മലയാളത്തിലുള്ള വീഡിയോകളൊക്കെ വരുന്നതേ ഉള്ളൂ. ഇത് എങ്ങനെ സൈനപ്പ് ചെയ്യും എന്ന കാര്യമാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. നമ്മൾ തന്നിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സൈനപ്പ് പേജിലേക്ക് പോകും, അതായത് രജിസ്ട്രേഷൻ പേജിലേക്ക് പോകും. അവിടെ ഒരു ടിക്ക് മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ ക്രിയേറ്റ് ന്യൂ വാലറ്റ് എന്ന ഈ അഡ്രോക്സ് വാലറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ആദ്യത്തെ നമ്മുടെ സ്റ്റെപ്പ്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ ഒരു പേജ് വരും. അവിടെ നമുക്കിത് ഇംഗ്ലീഷിലാണെന്നൊക്കെ ഒന്ന് വായിച്ച് നോക്കാം. അതിൽ ഐ അഗ്രി എന്ന ഭാഗം കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും. എവിടെ നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോഴും ഇതുപോലത്തെ ഒരു സ്റ്റെപ്പ് ഉണ്ടാവുമല്ലോ. അത് കഴിഞ്ഞ് ഇവിടെ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നോക്കി ക്രിയേറ്റ് വാലറ്റിൻ്റെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു 12 കീവേഡ് ഉണ്ടാവും. നമ്മൾ മെറ്റാമാസ്കിലൊക്കെ ചെയ്യുന്നത് പോലുള്ള കീവേഡ്. അത് റീവോക്ക് എന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഡിസ്പ്ലേ ചെയ്യും. അവിടെ നമുക്ക് കോപ്പി ടു ക്ലിപ്പ് ബോർഡ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്കത് കോപ്പി ചെയ്തെടുക്കാവുന്നതാണ്. സൂക്ഷിച്ച് വെക്കേണ്ടതാണ്. അത് കഴിഞ്ഞ് ഇവിടെ പേര്, നമ്മുടെ മൊബൈൽ നമ്പർ, ഇമെയിൽ ID അടിച്ചു കൊടുത്ത ശേഷം സെൻഡ് OTP എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇമെയിലിലേക്ക് ഒരു 4 അക്ക OTP വരും. ആ OTP അടിച്ചു കൊടുത്ത് നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ രജിസ്ട്രേഷൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കും. ഈ 12 കീവേഡ് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് സൂക്ഷിച്ച് വെക്കേണ്ടതാണ്, നമുക്ക് റിക്കവർ ചെയ്യാൻ വേണ്ടി. അങ്ങനെ നമ്മളതിവിടെ ഈ ഒരു കോളം വരുന്ന സമയത്ത് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അവിടെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വരും. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി. നമുക്ക് കൺഗ്രാറ്റുലേഷൻ എന്ന് പറയുന്ന ഇത്തരത്തിലൊരു പേജ് നമുക്കിവിടെ കാണാൻ കഴിയും. അതോടുകൂടി നമ്മുടെ രജിസ്ട്രേഷൻ കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ളൊരു പേജിലേക്കാണ് വരിക. ഇനി അടുത്ത സ്റ്റെപ്പ് ഡെപ്പോസിറ്റാണ്. അത് അടുത്ത വീഡിയോയിൽ നമുക്ക് പ്രതിപാദിക്കാം.